ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 8 മാത്സിലെ റിവിഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കി പ്രോബ്ലംസും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. ഓൾ ദി ആംഗിൾസ് ഓഫ് എ 9-sided പോളിഗൺ ആർ ഈക്വൽ. കാൽക്കുലേറ്റ് വൺ ഔട്ടർ ആംഗിൾ ആൻഡ് കാൽക്കുലേറ്റ് വൺ ഇന്നർ ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് എന്താ? ഓൾ ദി ആംഗിൾസ് ഓഫ് എ 9-sided പോളിഗൺ ആർ ഈക്വൽ. അതായത് 9 സൈഡുള്ള പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു റെഗുലർ പോളിഗൺ ആണ്. അപ്പോൾ ഒരു റെഗുലർ പോളിഗണിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ ആംഗിൾ എത്രയാണ്, ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ്, ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്? അപ്പോൾ നമ്മൾ സാധാരണ ആംഗിൾസിൻ്റെ കേസിൽ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിക്കും. പിന്നെ അതിനെ 9 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് 10-2 × 180 ഡിഗ്രി ചെയ്ത് പിന്നെ ആ കിട്ടുന്ന ആൻസറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൺ ഇന്നർ ആംഗിൾ കിട്ടുന്നത്. പക്ഷേ ഈ കേസിൽ നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആദ്യം ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ചാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എത്ര സൈഡുള്ള പോളിഗൺ ആണെങ്കിലും അതിൻ്റെ ഔട്ടർ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 360 ആണ് അല്ലേ. സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ 360യെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരെണ്ണം കിട്ടൂലേ? അത്രയും മാത്രം ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ വൺ ഔട്ടർ ആംഗിൾ ഈക്വൽ ടു എന്താ? 360 ഡിവൈഡഡ് ബൈ 9. ടോട്ടൽ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 9 4 36 അല്ലേ. അപ്പം 40 ഡിഗ്രി നമുക്ക് കിട്ടും. കണ്ടോ, ഒരു ഔട്ടർ ആംഗിൾ നമുക്ക് കിട്ടി. എത്രയാണ്? 40 ഡിഗ്രി. അത് ഏത് റിസൾട്ട് വെച്ചിട്ടാണ്? ഏതൊരു പോളിഗൺ ആണെങ്കിലും അതിൻ്റെ സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും 360 ആയിരിക്കും. ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇനി ഇന്നർ ആംഗിൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഔട്ടർ ആംഗിളിൻ്റെയും ഇന്നർ ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 40 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്നർ ആംഗിളും കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നർ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 40 അല്ലേ. സം ഓഫ് ദി ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ആണ് 180 ഡിഗ്രി. അപ്പോൾ ഔട്ടർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു 40 ഡിഗ്രി. അത് 180 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 140 ഡിഗ്രി. കേട്ടോ, അല്ലാതെ നമ്മൾ -2 × 180 ഡിഗ്രി ഒക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം ഒരുപാട് പോകും. അതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്കിതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണിത്. എ സ്ക്വയർ ഓഫ് 4 numbers taken from a calendar is given. First part, taking the first number as x, write the other numbers, find the product diagonally and what is the difference of the products. Okay, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സ്ക്വയർ ഓഫ് 4 numbers taken from a calendar is given. അതായത് ഒരു സ്ക്വയറിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് 4 numbers എടുത്തത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ 6, 7 and 13, 14. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ട്, ടേക്കിംഗ് ദ ഫസ്റ്റ് നമ്പർ ആസ് എക്സ്, റൈറ്റ് ദി അതർ നമ്പേഴ്സ്. അതായത് ആദ്യത്തെ നമ്പറിനെ എക്സ് ആയിട്ട് എടുത്താൽ ബാക്കിയുള്ള നമ്പറുകൾ എന്തായിരിക്കും വരിക എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് പാർട്ട്, ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു, എക്സ്. അപ്പോൾ ഇവിടെ 6 ആയിരുന്നു, പിന്നെ തൊട്ടടുത്ത നമ്പർ 7. അപ്പോൾ ഞാൻ 6നെയാണ് ഇവിടെ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഈ 7ന് പകരം എന്തായിരിക്കും ഇവിടെ വരുന്നത്? ഒന്ന് ആഡ് ചെയ്താൽ പോരെ? 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് 7 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1, അതാണ് നമ്മുടെ അടുത്ത നമ്പർ. ഇനി 13, 6ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴായിരിക്കും 13 കിട്ടുന്നത്? 7 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 13 കിട്ടുന്നത്. അപ്പോൾ എക്സ് ആകുമ്പോഴത്തേക്കും എന്താ? എക്സ് പ്ലസ് 7. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സ് പ്ലസ് 8 അല്ലേ. 6ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 14 കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുത്താൽ നമ്മുടെ ബാക്കി നമ്പേഴ്സ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഡയഗണലി. അപ്പോൾ ഡയഗണലി ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്, അപ്പോൾ ഇതിൽ എത്ര ഡയഗണൽസ് എടുക്കാൻ പറ്റും? ഒന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും അല്ലേ, പിന്നെ ഒരെണ്ണം ഇങ്ങനെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെയുള്ളതിൻ്റെ പ്രോഡക്റ്റും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8. നമ്മുടെ ആദ്യത്തെ ഡയഗണൽ ഇതാണ്, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8. അപ്പോൾ നമ്മുടെ ബി പാർട്ട് ഫസ്റ്റ് ഡയഗണൽ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ആണ്. അപ്പോൾ എക്സിനകത്തോട്ട് 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8, 8x. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡയഗണൽ, അതായത് ഇങ്ങനെയുള്ള ഡയഗണൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7, അതാണ് നമ്മുടെ അടുത്ത ഡയഗണലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എക്സിനെ കൊണ്ട് ഈ ബ്രാക്കറ്റിലെ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 7, 7x. അപ്പോൾ എക്സ് കൊണ്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 1 കൊണ്ട് വേണം നമ്മൾ ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ 1 ഇൻറ്റു എക്സ്, എക്സ് തന്നെ, പ്ലസ് 1 ഇൻറ്റു 7, 7. അപ്പോൾ ഇതിനൊന്നും കൂടെ ഇതാക്കി എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് എക്സ് എത്രയാ? 8x പ്ലസ് 7. കണ്ടോ, അപ്പോൾ ഡയഗണൽ വൈസുള്ള രണ്ടിൻ്റെയും പ്രോഡക്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് 8x കിട്ടി,
രണ്ടാമത്തത് x² + 8x + 7 കിട്ടി. ഇനി തേർഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദി പ്രോഡക്ട്സ്? അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഡിഫറൻസ് എന്താണെന്നാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സി പാർട്ട് ഇപ്പോൾ എന്താ വരുന്നത്? x² + 8x മൈനസ്, അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ആണിത്, മൈനസ് രണ്ടാമത്തെ എന്താണ്? x² + 8x + 7. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസിന് ശേഷമുള്ള ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മൈനസിന് ശേഷമുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാത്തിൻ്റെയും സൈൻ അങ്ങ് മാറും. ഇതെല്ലാം പോസിറ്റീവാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെല്ലാം നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ എന്താ? x² + 8x മൈനസ് x² മൈനസ് 8x മൈനസ് 7 ആയിട്ട് മാറും. ഓക്കെ, എല്ലാത്തിൻ്റെയും സൈൻ അവിടെ മാറിക്കഴിഞ്ഞു. അത്ര ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ, ഈ x² ഈ x² പോകും, ഈ 8xും ഈ 8xും പോകും. എന്തുകൊണ്ടാണ്? സെയിം നമ്പർ പോസിറ്റീവും നെഗറ്റീവായിട്ട് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ബാക്കി ബാലൻസ് എന്താ നമുക്കിവിടെ കിട്ടിയത്? -7 അല്ലേ? നമ്മുടെ ഡിഫറൻസേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള മൈനസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 7 ആണ് നമുക്കിവിടെ കിട്ടിയ ഡിഫറൻസ്. രണ്ട് പ്രോഡക്റ്റുകളെ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്തു. അപ്പം എന്താ? x² + 8x രണ്ടിൽ നിന്നും പോകും, പിന്നെ മിച്ചമുള്ള നമ്പർ ഏതേ ഉള്ളൂ? 7. ഓക്കെ, അതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യമാണിത്. ഇൻ ട്രപ്പീസിയം ABCD, AB = 6 cm, BC = 3 cm, CD = 4 cm and AD = 3 cm. ഡ്രോ ദി ട്രപ്പീസിയം. ഇപ്പോൾ ഒരു ട്രപ്പീസിയം ABCD നമുക്ക് വരയ്ക്കണം. അതിൻ്റെ 4 മെഷർമെൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു റഫ് ഫിഗർ വരച്ച് നോക്കാം. ഓക്കെ, നമ്മൾ കൺസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും ഒരു റഫ് ഫിഗർ വരച്ച് വെക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഡ്രോയിങ് ഈസി ആക്കും. അപ്പോൾ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പ് എന്തായാലും നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നിങ്ങൾ ആദ്യം ഒരു ട്രപ്പീസിയം അങ്ങ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ABCD നമുക്ക് പേര് കൊടുക്കാം. A, B, C and D. ഓക്കെ, ഇതിൽ AB എന്ന് പറയുന്നത് 6 cm ആണ് തന്നിട്ടുള്ളത്. പിന്നെ BC 3 cm, CD 4 cm ആൻഡ് AD 3 cm. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ട്രപ്പീസിയം വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് 4 സൈഡുകളുടെയും മെഷർമെൻ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അകത്ത് ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ 4 സൈഡുകളും വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇതിന് പാരലായിട്ട്, ഈ BCക്ക് പാരലായിട്ട് നമ്മളിത് ഇവിടെ ഒരു ലൈനും കൂടെ വരയ്ക്കും. ഞാൻ അതിനെ E എന്ന് നെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ BCയുടെ ലെങ്ത് എത്ര? 3 അല്ലേ? അത് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോട്ടം സൈഡിനെ അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 4 cm ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ എത്ര വരും? 2 വരും. കാരണം ഇത് ടോട്ടൽ 6 ആയിരുന്നു. ഈ ഇതിന് പാരലായിട്ടാണ് നമ്മളിവിടെ വരച്ചത്. അപ്പം ടോപ്പിൽ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇത്രയും ഭാഗം ഈ B എന്ന് പറയുന്ന ലെങ്ത് വരുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഫിഗർ വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ AE 2 cm ആട്ടോ നമ്മൾ ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ വരച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ലോങ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് 6 cm തന്നെ ആദ്യം നമുക്ക് വരച്ചേക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ 6 cm ലൈൻ. ഇതിൻ്റെ മൊത്തം നീളമാണ് 6 cm. ഓക്കെ, ഇനി ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഞാൻ 2 cm എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ എൻ്റെത് 2 cm ആണ് ലെങ്ത്ത്, ബാക്കിയുള്ളത് 4 cm ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ട്രയാങ്കിളാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 സൈഡുകളുടെ മെഷർമെൻറ്റ് എന്താ? 3 cm ആണ്. അപ്പം ചെയ്യേണ്ടത് നമ്മുടെ കോമ്പസിൽ, ഓക്കെ, അപ്പോൾ ഇതിനെ നെയിം ചെയ്യുമ്പോൾ ഇവിടെ A വരും, ഇത് B വരും, ഈ പോയിന്റ് E ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് നമ്മളുടെ കോമ്പസിൽ 3 cm മെഷർമെൻറ്റ് എടുക്കുക. കോമ്പസിൽ 3 cm മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മളുടെ Aയിൽ കുത്തി നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ Eയിൽ കുത്തി ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? Aയിൽ നിന്ന് ഇങ്ങോട്ടും Eയിൽ നിന്ന് ഇങ്ങോട്ടേക്കും നമ്മളിതിനെ ജോയിൻ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും മെഷർമെൻറ്റ് എത്രയാണ്? ഇത് 3 ആണ്, ഇതും 3 ആണ്. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ബാക്കി വരയ്ക്കണ്ടേ? അപ്പോൾ ബാക്കിയുള്ളത് എന്താ? 4, 3, 4. അപ്പോൾ ഓൾറെഡി ബേസ് 4 നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി വേണ്ടത് ഈ 3യും ഈ 4 cm. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ. കോമ്പസിൽ എന്താ? കോമ്പസിൽ 3 cm എടുക്കുക. 3 cm എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ കോമ്പസിൽ 4 cm എടുത്തതിന് ശേഷം ഇവിടെ കുത്തി ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യും, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യും. കണ്ടോ, ഇത് C, ഇത് D. അപ്പോൾ ഇവിടുത്തെ മെഷർമെൻറ്റ് എത്ര വരും? 3 cm വരും. ഇവിടുത്തെ മെഷർമെൻറ്റ് 4 cm വരും.
കണ്ടോ, ഇങ്ങനെ വേണം നമ്മുടെ ട്രപ്പീസിയം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്യേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇതെല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്